വടക്കൻ കേരളത്തിലെ യാത്രക്കാരോട് റെയിൽവേ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച മലബാർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. മുമ്പുണ്ടായിരുന്ന ട്രെയിനുകൾ വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്നും സ്ത്രീകൾക്ക് യാത്രക്കിടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ കേന്ദ്രമന്ത്രിയെയും പാർലമെന്റ് അംഗങ്ങളെയും സമീപിച്ചെങ്കിലും നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നും പരാതി. കോവിഡിന് മുമ്പുണ്ടായിരുന്ന പല ട്രെയിൻ സർവീസുകളുമാണ് ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന കോഴിക്കോട് തൃശൂർ പാസഞ്ചർ വൈകുന്നേരം ഷൊർണൂരിൽ നിന്നും കോഴിക്കോടേക്ക് സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. തിരക്കുള്ള സമയങ്ങളിൽ ആവശ്യത്തിന് സർവീസുകളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ പാലക്കാട് കണ്ണൂർ എക്സ്പ്രസിന്റെ സമയ ക്രമീകരണവും മലബാർ പാസഞ്ചർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. പലയിടങ്ങളിലും ട്രെയിനുകൾ അകാരണമായി പിടിച്ചിടുന്നത് സമയനഷ്ടത്തിനും ഇടയാക്കുന്നുണ്ട്. വർഷങ്ങളായി ഇതിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാരിനും സ്ഥലം എംപിമാർക്കും അപേക്ഷ നൽകിയിട്ടും ഗുണമുണ്ടായിട്ടില്ലെന്നാണ് പാസഞ്ചർ അസോസിയേഷന്റെ പരാതി. ഈ അവഗണന റെയിൽവേ അധികൃതർക്ക് നമ്മൾ മുമ്പും ശ്രദ്ധപ്പെടുത്തി. ഒരുപാട് തവണ കഴിഞ്ഞ 4 വർഷങ്ങളിലായി ഞങ്ങൾ DRMന്റെ അടുത്ത്, GMന്റെ അടുത്ത്, റെയിൽവേ മിനിസ്റ്റർ അടുത്ത്, ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ റെയിൽവേ മിനിസ്റ്റർ അടുത്ത് പോയി, MP-മാരെടുത്ത് മുഴുവൻ MP-മാരെടുത്തും ഈ മലബാറിലുള്ള മുഴുവൻ MP-മാർക്കും ഈ നിവേദനങ്ങൾ കൊടുത്ത് നിരന്തരമായിട്ട് പലവട്ടം DRMുമായി ചർച്ചകൾ നടത്തിയതാണ്. നിലവിൽ കോഴിക്കോട് നിന്നുണ്ടായിരുന്ന ഒരു പാസഞ്ചർ വണ്ടി നിരുപാധികം നിർത്തിയതാണ്. ഒരു കാര്യവുമില്ലാതെ രാവിലെ ഇവിടുന്ന് പോയിരുന്ന വണ്ടി നിർത്തി. പിന്നെ പരശുരാം എക്സ്പ്രസ് വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിടുന്നത് കൊണ്ട് അശാസ്ത്രീയമായി വളരെ ഡിലേ ആയിട്ട് ഓടും. അങ്ങനെ യാത്രക്കാർ 3 വണ്ടിയിൽ പോകുന്ന യാത്രക്കാർ രാവിലത്തെ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ വണ്ടിയിൽ 18 കോച്ച് ഉണ്ടായിരുന്നത് കേവലം 12 13 കോച്ചായിട്ട് മാറി, RMS അടക്കം. അപ്പോൾ യാത്രക്കാർ സ്ത്രീകൾ ഉൾപ്പെടെ വളരെയധികം പ്രയാസപ്പെടുകയാണ്. അത് നിർത്തലാക്കിയ 2 ട്രെയിനുകൾ, പുതിയ വണ്ടികൾ വേണ്ട, നിർത്തലാക്കിയ 2 ട്രെയിനുകൾ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 4 മണിക്ക് ശേഷം തിരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടിയില്ല, പിന്നെ 9 മണിക്കുള്ളൂ. ആ 9 മണിയുടെ വണ്ടി തന്നെ വന്ദേ ഭാരതിന് പിടിച്ചിട്ട് ഇവിടെ 11 11:30 12 മണിക്ക് എത്തുന്നു. സ്ത്രീകൾ ട്രെയിൻ യാത്രയ്ക്കിടെ നേരിടുന്ന സുരക്ഷാ വീഴ്ചകളാണ് മറ്റൊരു വിഷയം. കൂടുതൽ ലേഡീസ് കോച്ചുകൾ അനുവദിക്കണമെന്നും കോച്ചുകളുടെ സ്ഥാനം ട്രെയിനിന്റെ മധ്യഭാഗത്തേക്ക് മാറ്റണമെന്നും യാത്രക്കാരായ സ്ത്രീകൾ ആവശ്യപ്പെടുന്നു. സ്ത്രീ യാത്രക്കാർ ദിവസം കൂടിക്കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് റെയിൽവേയുടേത്. നമ്മൾ എത്രയോ പ്രാവശ്യം ഒരു വലിയ കോച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത്, സെൻട്രൽ ആണെങ്കിലും ഏറ്റവും സുരക്ഷിതം, അല്ലെങ്കിൽ ഒരു പിറകിലെങ്കിലും ഒരു വലിയ കോച്ച് അനുവദിച്ചു തരണമെന്ന് എത്രയോ തവണയായിട്ട് റെയിൽവേയോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പോകുന്ന ട്രെയിനിൽ ലേഡീസ് കോച്ച് ചിലപ്പോൾ വളരെ ചെറുതാണ്ടാവില്ലേ, അതിൽ നമുക്ക് കയറാൻ തന്നെ പറ്റില്ല. അത് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ട്രെയിൻ മൂവ് ആവും. തികച്ചും ന്യായമായ ആവശ്യമാണ് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇവിടെ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും പുതിയ ട്രെയിന് ആരംഭിക്കണമെന്നല്ല, നിലവിലുണ്ടായിരുന്ന ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ന്യായമായ ആവശ്യം. അതോടൊപ്പം സ്ത്രീകളുടെ സുരക്ഷയും ഇവർ അധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നും ക്യാമറമാൻ ഫിറോഷിനൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.